യമഹ R2 അങ്ങനെ ഫൈനലി ലോഞ്ച് ആയിരിക്കുകയാണ്. R15 എടുത്ത ആൾക്കാർ ശശിയായോ അല്ലെന്നുണ്ടെങ്കിൽ R2 എടുക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ R2വിനേക്കാളും ബെറ്റർ സ്റ്റിൽ R15 ആയിരിക്കുമോ? എൻ്റെ ഒരു റിയാക്ഷനാണ്. അതായത് നമ്മുടെ ക്ലച്ച്ലെസ് പോലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ പോയി ഈ വണ്ടി കണ്ടു. നമുക്ക് കുറച്ച് ക്ലിപ്പും കാറിലൊക്കെ കിട്ടി. വണ്ടി കണ്ടിട്ട് ആസ് യൂഷ്വൽ RDNAയിൽ വരുന്നൊരു വണ്ടിയുടെ ഡിസൈൻ എന്തായാലും മോശമാകത്തില്ല. ഇൻ്റർനാഷണൽ സ്പെക്കിൽ ഇറക്കുന്ന വണ്ടികളുടെ യമഹയുടെ ഒരു ഡിസൈനും ഇന്നേ വരെ മോശമായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസ് എനിക്ക് നല്ല തൃപ്തിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് ആ ഒരു യമഹ R2വിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ ആ ഒരു റേസ് DNA RDNA അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പം വണ്ടിയുടെ എൻജിൻ്റെ ഭാഗം നോക്കാനാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. വണ്ടി കണ്ടിട്ട് പോലുമില്ല, നേരിട്ട് അത് ജസ്റ്റ് കേട്ടിട്ട് പോലുമില്ല. ജസ്റ്റ് മൈ ഒപ്പീനിയൻ, ഈ ഒരു റിയാക്ഷനാണ്, ഒരു ലോഞ്ചിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻജിൻ ഒരു 199cc സിംഗിൾ സിലിണ്ടർ. ഒരുപാട് ആൾക്കാർ ഡബിൾ സിലിണ്ടർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഫേക്കാണെന്ന് നമുക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. കാര്യം യമഹ എന്തായാലും ഇന്ത്യയിലോട്ട് ഒരു ട്വിൻ സിലിണ്ടർ, അതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലോട്ട് വരുത്താനായിട്ട് സാധ്യതയില്ല. അത് വരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഒരു പുതിയ എൻജിൻ ഇന്ത്യയിൽ, അതും അതിൻ്റെ ഒരു ഇനാഗറൽ ലോഞ്ചായിട്ട് കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പം നിലവിലത്തെ 200cc ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളായി R2 മാറി. ചിലർ R1നെ 1000cc, R2നെ 200cc ആയിട്ട് 200 അല്ലല്ലോ 2000cc ആയിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. R2 എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. സോ പവർ ഫിഗേഴ്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. 27 bhpക്ക് അടുത്തോളം ഉണ്ട്. 19.2 Nm ടോർക്കുണ്ട്. VVA ടെക്നോളജിയും കാരണം തന്നെ ഈ നിലവിൽ ഇനിയിപ്പോൾ ഇല്ല. അതില്ലാത്തത് ഒരു പോരായ്മയാണെന്ന് 1-2 റിവ്യൂവിൽ പറയുന്നത് കേട്ടു. എന്തിനാണ് DOHC എഞ്ചിൻ വരുമ്പോൾ ഒരു VVA ടെക്നോളജിയുടെ ആവശ്യം? ഒരു 155cc മാക്സിമം പൊട്ടൻഷ്യൽ കൊടുക്കാൻ വേണ്ടി ഒരു VVA കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു 150+ ടോപ്പ് സ്പീഡും കാറിലൊക്കെ V3യും V4 ഒക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 200cc മാക്സിമം പവറും കാറിലൊക്കെ ഉണ്ട്. ഒരു DOHC എഞ്ചിനാണ് എന്നൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഇനി VVA ടെക്നോളജിയുടെ ആവശ്യം വരുന്നില്ല. മാക്സിമം അത് ഒരു 150 മേളിൽ അല്ലെങ്കിൽ 160 ഒക്കെ ലെവലോളം എത്താനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. പിന്നെ ഒരു അഗ്രസീവായിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. അടിപൊളി TFT ഡിസ്പ്ലേ, ഒരു അനലോഗ് സൂചി പോലത്തെ ഒരു അനിമേഷൻ വരുന്ന ഒരു അനലോഗ് ഡിസ്പ്ലേ, അനലോഗ് പോലത്തുള്ള ഒരു ഡിജിറ്റൽ TFT ഡിസ്പ്ലേ, സ്ലിപ്പർ ക്ലച്ച്, ഇലക്ട്രോണിക് കൺട്രോൾഡ് ആയിട്ടുള്ള ത്രോട്ടിൽ ബോഡി, എല്ലാം കൂടെ ഒത്തിണങ്ങുന്ന സമയത്ത് 0 to 100 മിഡ് റേഞ്ച് പോലുള്ള ആ ഒരു സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പവറും കാറിലൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ V3 V4 ലോ എൻഡിൽ നല്ല ഗ്രണ്ട് കിട്ടാനുള്ള കാരണം ഏകദേശം 10,000 RPMലാണ് പീക്ക് പവർ ഇരിക്കുന്നതായിട്ട് പോലും ലോ എൻഡിൽ പവർ കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് VVA ആയിരുന്നു. ഈ വണ്ടിയിൽ VVA ഇല്ല, DHC ആണ്. പിന്നെ പവറും 10,000 RPMലാണ് ഇരിക്കുന്നത്. ഒരു റേസ് സ്പെക്ക് എഞ്ചിനാണല്ലോ, അപ്പോൾ അത്രയും ലൈനിങ്ങിലാണ് ഫുൾ പവർ ടെൻഷൻ ഇരിക്കുന്നത്. സോ ആക്സലറേഷന് എനിക്ക് തോന്നുന്നു വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം വണ്ടി ഓടിച്ചാലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും മിഡ് റേഞ്ചൊക്കെ വേറെ ലെവലിലോട്ട് എന്തായാലും മാറിക്കാണും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഞാൻ ഒരു 10 കൊല്ലം മുമ്പേ ഞാൻ ചിന്തിച്ചിട്ടൊരു കാര്യമാണ്, യമഹയുടെ ഒരു 200cc വന്നാൽ എന്തായിരിക്കും അവസ്ഥ. കാര്യം 150 തന്നെ ഏകദേശം 200cc പിടിക്കുന്നൊരു പവറോളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു 200cc വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും? ഞാൻ എൻ്റെ ഒരു മനസ്സിലെ ഊഹം പോലെ തന്നെയാണ് എന്തായാലും യമഹയുടെ പവർ ഫിഗേഴ്സും കാറിലൊക്കെ വന്നത്. കരീസ്മ XMR ആയിരുന്നു നിലവിൽ ഏറ്റവും 200cc ഓൺ പേപ്പറിൽ പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി. ഓടിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ യമഹ ആണ് ഇപ്പം നിലവിൽ ആ ഒരു ക്രൗൺ ചൂടിയിരിക്കുന്നത്. പീക്ക് പവർ എന്നൊക്കെ പറഞ്ഞാൽ KTM 200RC അതുപോലുള്ള വണ്ടികളൊക്കെ ആയിരുന്നു, RS 200 ഒക്കെ. എല്ലാത്തിനും അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. യമഹ ആയതുകൊണ്ട് ക്വാളിറ്റി പവർ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതൊരു ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു എഞ്ചിനല്ല, ബ്രാൻഡ് ന്യൂ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു എഞ്ചിൻ. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റിയുടെ കാര്യം നമുക്ക് 155cc അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 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 പവർ ഫിഗേഴ്സ് അല്ല, ഒരു റിലയബിലിറ്റി നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിലും യമഹ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഒരു മിനിമം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ പണ്ടൊക്കെ R15 V3യുടെ വീഡിയോ, ബംഗ്ലാദേശിലെ വീഡിയോയും ഇന്തോനേഷ്യയിലെ വീഡിയോ ഒക്കെ കണ്ട് മടുത്ത് അവസാനം കെഞ്ചി ഇന്ത്യക്കാർക്ക് കിട്ടിയ സാഹചര്യത്തിൽ നമുക്കെന്തായാലും ഇന്ത്യയിൽ തന്നെ ഫസ്റ്റിലെ ലോഞ്ച് ആവുന്ന ഒരു സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട്. V4 ആണെങ്കിലും ഇപ്പം V5 എന്ന് വേണമെങ്കിൽ പറയാം, R2 ആണെങ്കിലും ഇന്ത്യയിലാണ്
നിലവിൽ ആദ്യമായിട്ട് ലോഞ്ച് ആയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആ ഒരു യമഹ ആ ഒരു R സീരീസിനോടുള്ള ഇഷ്ടം ആണ് ഇവിടെ എന്തായാലും അറിയാൻ സാധിക്കുന്നത്. മൈലേജും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ നേരത്തെ എങ്ങനെ ഓടിച്ചാലും ഒരു 60 മൈലേജ് പേഴ്സണലി എനിക്ക് വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ E20 ഒക്കെ കാരണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ R2-നകത്ത് VVA ഉള്ളത് ഇല്ലാത്തത് കൊണ്ട്, അതുപോലെ DOHC ആയതുകൊണ്ടും മൈലേജ് അങ്ങനെയുള്ളൊരു മൈലേജ് പ്രതീക്ഷിക്കാമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. ഇനിയിപ്പോൾ R2 എടുക്കുന്നത് മണ്ടത്തരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പഴയ ആ ഒരു V3യുടെ ആ ഒരു എങ്ങനെ പിഴിഞ്ഞോടിച്ചാലും പവറും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം അത്രയും പവറിൻ്റെ ആവശ്യം എനിക്കുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വിഗ്ഗി വേണേലും ഓടാം ആ ഒരു വണ്ടിക്കകത്ത്. അതുപോലത്തെ മൈലേജാണ്. സോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ അത്യാഗ്രഹമൊന്നും ഇല്ലെങ്കിൽ R15 പോവാം. പക്ഷേ എൻ്റെ ഒരു ആസ് പെർ മൈ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ R2 എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം യമഹ ആയതുകൊണ്ട് നിങ്ങൾക്ക് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ പേടിക്കേണ്ട ആവശ്യകത ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ചേഞ്ച് എപ്പോഴും നല്ലതാണ്. ഏകദേശം ഒരു 7-8 വർഷമായിട്ടിപ്പം ആ ഒരു എൻജിൻ ഓടി മാക്സിമം ഇപ്പോൾ E20യും BS6 ഒക്കെ ആയിട്ട് അതിൻ്റെ പവർ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു R2-ലോട്ടുള്ളൊരു ജമ്പ്, ഇപ്പം ഇന്ത്യക്കാർ ഒരു 300cc ഒക്കെയാണ് നിലവിൽ ഒരു എൻട്രി ലെവലായിട്ട് കാണുന്ന ഒരു സാഹചര്യം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ R15 പോകുന്നതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു R2 ആയിരിക്കും. അങ്ങനെ പറ്റ മൈലേജ് കുറയാൻ സാധ്യതയില്ല. എങ്ങനെ പോയാലും ഒരു 35-40 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ ഒരു സിംഗിൾ സിലിണ്ടറാണ്, അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസേ വരത്തുള്ളൂ. R2 പോലെ R25 പോലെയോ R3 പോലെയോ വലിയ മെയിൻ്റനൻസ് ഒന്നും വരത്തില്ല. പിന്നെ എക്സ്ഷോറൂം പ്രൈസ് M വേരിയൻറ്റിന് 250 53. അല്ലാത്ത വേരിയൻറ്റുകൾക്ക് അതിൽ താഴെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിഡ് വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതൊക്കെ തന്നെ ഉള്ളൂ. ഒരു ചേഞ്ച് വേണ്ടവർക്ക് R2 വരാം. ഞാനൊരു R15 കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് R2 എടുക്കുന്നതിലാണ് താല്പര്യം. കാര്യം ഒരു പവറിലൊക്കെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യണ്ടായോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.